ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണി നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ആഗോള വിപണിയിലെ അനിശ്ചിതത്വങ്ങളും വിദേശ നിക്ഷേപകർ തുടർച്ചയായ ഓഹരികൾ വിറ്റഴിക്കുന്നതും വിപണിയെ പ്രതികൂലമായി ബാധിച്ചു. നിഫ്റ്റി 50 ക്ലോസിംഗ് ഏകദേശം 25,157 എന്ന നിലവാരത്തിലേക്ക് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തു. ഇന്നലത്തെ അപേക്ഷിച്ച് 75 പോയിന്റ് അഥവാ 0.3% ഇടിവാണ് സംഭവിച്ചത്. അപ് ട്രെൻഡിലേക്ക് വരുമ്പോൾ 25,300, ഡൗൺ ട്രെൻഡിലേക്ക് വരുമ്പോൾ 24,919 എന്ന നിർണായക നിലവാരത്തിലേക്ക് താഴെ പോവുകയും ചെയ്തു. വിപണി തകരാൻ കാരണമായത് ആഗോള ഘടകങ്ങൾ, US പോളിസികളിലെ മാറ്റങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങളും നിക്ഷേപകരെ ജാഗരൂകരാക്കിയതാണ്. തുടർച്ചയായ മൂന്നാമത്തെ ട്രേഡിംഗ് ദിനത്തിലും നഷ്ടത്തിലൂടെ വ്യാപാരം അവസാനിപ്പിച്ചു. നിഫ്റ്റിയുടെ 200-ഡേ EMA ആയ 25,160 ബ്രേക്ക് ചെയ്തതിനെ തുടർന്ന് നിലവിലെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളും നിഫ്റ്റിക്ക് നഷ്ടമായി. 3 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെ 25,000 എന്ന ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. അതേസമയം ബാങ്ക് നിഫ്റ്റി 603 പോയിന്റ് അഥവാ 1% നഷ്ടത്തോടെ ഇന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഏകദേശം നേട്ടമുണ്ടാക്കിയ സ്റ്റോക്കുകൾ എറ്റേണൽ ലിമിറ്റഡ്, ഇന്റർ ഗ്ലോബൽ ഏവിയേഷൻ, മാക്സ് ഹെൽത്ത്, അൾട്രാടെക് സിമെന്റ്, JSW സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകൾ ലാഭത്തോടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്.